നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി 10 വർഷം കഴിഞ്ഞിട്ടും BJP അനുഭാവികളുടെയും മോദി അനുകൂലികളുടെയും ഒരു പ്രധാനപ്പെട്ട പരാതിയാണ് ഭാരതത്തിൻ്റെ യഥാർത്ഥ ചരിത്രവും സംസ്കാരവും വരും തലമുറകൾക്ക് കൃത്യമായി പകർന്നു നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നത്. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി അധികാരമേറ്റവർ തുടർച്ചയായി കാലങ്ങളോളം രാജ്യം ഭരിച്ചപ്പോൾ അവരുടെ താൽപ്പര്യമനുസരിച്ചാണ് ഇപ്പോഴും നമ്മൾ ഭാരതത്തിൻ്റെ ചരിത്രവും സംസ്കാരവും കുട്ടികളെ പഠിപ്പിക്കുന്നതെന്നാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതി. മുഗൾ ഭരണകൂടത്തെക്കുറിച്ച് കൂടുതൽ പഠിപ്പിക്കുമ്പോൾ ഭാരതത്തിൻ്റെ പൗരാണിക ചരിത്രവും സംസ്കാരവും ഭരണകൂടം മറച്ചുവെച്ചതുമൂലം തലമുറകൾക്ക് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ പകർന്നു നൽകാൻ കഴിയാതെ മൺമറഞ്ഞു പോകുന്നു എന്നതൊരു വസ്തുത തന്നെയാണ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളും അവരവരുടെ പൗരാണികതയിലും സംസ്കാരത്തിലും ചരിത്രത്തിലും അഭിമാനിക്കുമ്പോൾ ഭാരതം ഇപ്പോഴും വൈദേശിക ആക്രമണകാരികളെ മഹത്വവൽക്കരിക്കുന്നത് പോലെയാണ് ചരിത്രരചന നടത്തുന്നത്. ക്യാപ്ചർ ഫ്രം യങ് എന്ന തീർപ്രകാരം അത് കരിക്കുലം സിലബസായി കുട്ടികളിലേക്ക് പകർന്നു നൽകിയതിൽ ഭാരതം ആദ്യകാലങ്ങളിൽ ഭരിച്ചവരുടെ പങ്ക് വളരെ വലുതുമാണ്. അതിൽ നിന്നൊക്കെ വലിയൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് ദേശീയ വിദ്യാഭ്യാസ നയം നരേന്ദ്രമോദി പുതുക്കിക്കൊണ്ടുവന്നത്. പക്ഷേ താഴെ ക്ലാസുകൾ മുതൽ കോളേജ് തലം വരെയുള്ള നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റിയെടുക്കാൻ കുറഞ്ഞത് ഇനിയും 10 വർഷങ്ങളെങ്കിലും വേണ്ടിവരും എന്നതാണ് വസ്തുത. ലോകത്തെ എല്ലാ രാജ്യങ്ങളും അവരവരുടെ പൗരാണിക സംസ്കാരവും ചരിത്രവും വരും തലമുറയ്ക്ക് മാത്രമല്ല ലോകത്തെ ആകെ അറിയിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് ദേശീയ മ്യൂസിയങ്ങൾ. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കാരത്തിൽ പ്രധാനപ്പെട്ട ഭാരതത്തിന് പറയാൻ ഒരുപാടുണ്ട്. പക്ഷേ അതെല്ലാം കൂടി ഉൾക്കൊള്ളാൻ കഴിയും വിധം ഒരു ചരിത്ര മ്യൂസിയം നമുക്കുണ്ടായിരുന്നില്ല. രാജ്യത്താകെ വിവിധ സംസ്ഥാനങ്ങളിൽ നിരവധി മ്യൂസിയങ്ങളുണ്ട് എന്നത് വിസ്മരിക്കുന്നില്ല. നാഷണൽ മ്യൂസിയം എന്ന പേരിൽ ഡൽഹിയിലും ഒരു പ്രധാനപ്പെട്ട മ്യൂസിയമുണ്ട്. എന്നാൽ അതെല്ലാം തന്നെ ഭാരതത്തിൻ്റെ യഥാർത്ഥ സംസ്കാരത്തോടും ചരിത്രത്തോടും സത്യസന്ധമായ നീതി പുലർത്തിയിട്ടുണ്ടോ എന്നതിൽ സംശയവുമുണ്ട് എന്നത് മാത്രമല്ല, പലയിടത്തായി ചിതറിക്കിടക്കുന്ന മ്യൂസിയങ്ങൾ കാരണം അത് ഒരു ഏകോപനത്തോടെ കുട്ടികൾക്കും സന്ദർശകർക്കും അതിൻ്റെ യഥാർത്ഥ വ്യാപ്തിയിൽ ഭാരതത്തെ മനസ്സിലാക്കാൻ സഹായിച്ചിട്ടില്ല എന്നതൊരു വസ്തുത തന്നെയാണ്. അതിനൊരു പരിഹാരമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി G20 സമ്മിറ്റിൻ്റെ ഭാഗമായി നിർമ്മിച്ച ഭാരത മണ്ഡപത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നടത്തിയ പ്രഖ്യാപനം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയം ഇനി ഭാരതത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയിൽ നിർമ്മിക്കുകയാണ് മോദി സർക്കാർ. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായി അറിയപ്പെടുന്നത് മൊണാലിസ ചിത്രത്തിൻ്റെ ഒറിജിനലുള്ള ഫ്രാൻസിലെ ലൂവ്രി മ്യൂസിയമാണ്. അതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് ഇംഗ്ലണ്ടിലെ ബ്രിട്ടീഷ് മ്യൂസിയവും. രണ്ടിൻ്റെയും വലിപ്പം ഏതാണ്ട് 70,000 മീറ്റർ സ്ക്വയറാണ്. പൗരാണിക സംസ്കാരങ്ങളിൽ പ്രധാനപ്പെട്ട ഈജിപ്തിലും ബൃഹത്തായ ഒരു മ്യൂസിയം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം തുറക്കാൻ പോകുന്ന ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൻ്റെ വലിപ്പം 81,000 സ്ക്വയർ മീറ്ററാണ്. എന്നാൽ നരേന്ദ്രമോദി ഭാരതത്തിൽ ഡൽഹിയിൽ നിർമ്മിക്കാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയത്തിൻ്റെ വലിപ്പം 1.17 ലക്ഷം മീറ്റർ സ്ക്വയറാണ്. നരേന്ദ്രമോദി ആ മ്യൂസിയത്തിന് നൽകിയിരിക്കുന്ന പേരും ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ്. യുഗേ യുഗീൻ എന്നാണ് ആ മ്യൂസിയത്തിന് മോദി നൽകിയിരിക്കുന്ന പേര്. ഭാരതത്തിൻ്റെ 5000 വർഷത്തെ ചരിത്രവും സംസ്കാരവും ഒരു കുടക്കീഴിൽ ഒരുക്കുന്ന ഈ ബൃഹത്തായ മ്യൂസിയം നിർമ്മിക്കുന്നത് നിലവിൽ രാഷ്ട്രപതി ഭവന് മുന്നിലുള്ള സൗത്ത് ബ്ലോക്കും നോർത്ത് ബ്ലോക്കും ചേർന്നുള്ള കെട്ടിടം നിൽക്കുന്ന മേഖലയിലാണ്. ഭാരതം അടുത്ത കാലത്തായി നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ സെൻട്രൽ വിസ്തയിലേക്ക് ഭാരതത്തിൻ്റെ പാർലമെൻറ്റ് മന്ദിരങ്ങളും പ്രധാനമന്ത്രിയും വസതിയും മറ്റു മന്ത്രിമാരുടെ ഓഫീസുകളുമടക്കം മാറിയപ്പോൾ ഒഴിവ് വന്ന ഈ ബിൽഡിംഗിൽ നിൽക്കുന്ന ഭൂമിയിലാണ് ഭാരതത്തിന് അഭിമാനമായി യുഗേ യുഗീൻ ഉയരാൻ പോകുന്നത്. മ്യൂസിയത്തിൽ വളരെയേറെ പരിചയസമ്പത്തുള്ള ഫ്രാൻസിനെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടാണ് യുഗേ യുഗീൻ ഡൽഹിയിൽ മോദി ഒരുക്കുന്നത്. G20 സമ്മിറ്റിന് മുന്നോടിയായി ഭാരതം നിർമ്മിച്ച അന്താരാഷ്ട്ര കൺവെൻഷൻ സെൻ്ററായ ഭാരത മണ്ഡപം ലോകശ്രദ്ധ ആകർഷിച്ചിരുന്നു. അതിനെ വെല്ലുന്ന നിർമ്മിതിയാണ് യുഗേ യുഗീൻ മുന്നോട്ട് വെക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയം നിർമ്മിക്കാൻ പോകുന്നുവെന്ന പ്രഖ്യാപനം മാത്രമല്ല, നരേന്ദ്രമോദി അതിൻ്റെ ത്രിമാന പ്രസൻറ്റേഷനും പുറത്തിറക്കിയിരുന്നു. ഒരു ബേസ്മെൻറ്റ് ഫ്ലോർ കൂടാതെ 3 നിലകളിലായി 1.25 ലക്ഷം സ്ക്വയർ മീറ്ററിൽ ഒരുങ്ങുന്ന യുഗേ യുഗീൻ മ്യൂസിയത്തിന് 950 മുറികളുണ്ടായിരിക്കും. 8 കാലഘട്ടങ്ങളായുള്ള ഒരു തീമിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മ്യൂസിയം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഭാരതത്തിൻ്റെ പ്രാചീന വേദകാലഘട്ടം മുതലുള്ള സംസ്കാരവും അറിവുകളും പ്രാചീന ജീവിത രീതികളും വിദ്യാഭ്യാസ ചികിത്സാ രീതികളും ഉൾപ്പെടെയുള്ള കാലഘട്ടം ത്രിമാന സാങ്കേതികവിദ്യയിൽ ഈ മ്യൂസിയത്തിൽ പുനർനിർമ്മിക്കും. സിന്ധു നദീതട, ഹാരപ്പ, മോഹൻജദാരോ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ തുടങ്ങി നളന്ദ, തക്ഷശില പോലെ ലോകത്തിന് വഴികാട്ടിയായിരുന്ന പ്രാചീന സർവകലാശാലകളുടെ വിവരങ്ങളും രേഖകളും ലോകത്തെ അതിശയപ്പെടുത്തും വിധം ഇവിടെ ഒരുക്കും. മ്യൂസിയം എന്നത് തന്നെ ഒരു ടൈം മെഷീൻ പോലെ സന്ദർശകരെ പ്രാചീന കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. എന്നാൽ നൂതന സാങ്കേതികവിദ്യകളുടെ സഹായത്തോടെ ത്രിമാന ദർശനം സാധ്യമാക്കുമ്പോൾ നമ്മൾ ഫിസിക്കലി ആ കാലഘട്ടത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു ഫീൽ ലഭിക്കും വിധമാണ് യുഗേ യുഗൻ ഒരുക്കുന്നത്. ലോകത്ത് പല രാജ്യങ്ങളിലും ആ തരത്തിലുള്ള നിർമ്മാണങ്ങൾ മ്യൂസിയങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിൻ്റെ കൂടി കോർപ്പറേഷൻ ഈ മ്യൂസിയം നിർമ്മാണത്തിന് വേണ്ടി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത്. കൂടാതെ മൗര്യ, ഗുപ്ത, പാണ്ഡ്യ, പല്ലവ, ചോള, കുശാന, കാശ്മീർ രാഷ്ട്രകൂട കാലഘട്ടത്തിലെ രാജാക്കന്മാരുടെ ചരിത്രവും അവരുടെ ഭരണവും അവർ വിദേശ രാജ്യങ്ങളുമായി നടത്തിയിരുന്ന
നയതന്ത്ര വ്യാപാരവും ഇതിൽ ഉൾപ്പെടുത്തും. രാഷ്ട്രകൂട, ഗുർജാര, പതിഹാരസ്, പലാസ് തുടങ്ങിയ ബൃഹത്തായ സാമ്രാജ്യത്തിൻ്റെ രാഷ്ട്രനിർമ്മിതികളും രജപുത്ര ഭരണവും ശിവാജി മഹാരാജ്, മഹാറാണ പ്രതാപ് തുടങ്ങി ഭാരതത്തിൻ്റെ വീരപുരുഷന്മാരെയും മുഗൾ രാജാക്കന്മാരുടെ കാലഘട്ടവും അതിനുശേഷമുണ്ടായ വിവിധ വിദേശ രാജ്യങ്ങളുടെ അധിനിവേശം, അവരുടെ ഭരണം തുടങ്ങി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ യഥാർത്ഥ ചരിത്രവും മ്യൂസിയത്തിൻ്റെ വിവിധ ഭാഗങ്ങളായുള്ള തീമിൽ ഉൾപ്പെടും. സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള 100 വർഷക്കാലവും ഭാരതത്തിൻ്റെ മാറ്റങ്ങളും മ്യൂസിയത്തിൽ പ്രതിഫലിക്കും. ഭാവി ഭാരതത്തിൻ്റെ പദ്ധതികളും ദർശനങ്ങളും ഉൾപ്പെടുന്ന ഒരു സമഗ്രമായ മ്യൂസിയമാണ് മോദിയുടെ പദ്ധതി. പ്രാചീന ഭാരതത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളും പഠനങ്ങളും നിർമ്മാണങ്ങളും തുടങ്ങി ഇന്നത്തെ ഡിജിറ്റൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാലം വരെയുള്ള ഭാരതം, എല്ലാത്തിനെയും ഒരു കുടക്കീഴിലൊരുക്കുന്ന ഒരു മഹത്തായ അത്ഭുതം തന്നെയായിരിക്കും യുഗേ യുഗീൻ എന്ന മ്യൂസിയം. മാത്രമല്ല 5000 വർഷങ്ങളായി ലോകത്തിന് അറിവുകൾ പകർന്നു നൽകിയ മഹാപുരുഷന്മാരുടെ ജീവിതവും ഈ മ്യൂസിയം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വേദപഠനം മുതൽ ചാന്ദ്രയാനും ഗഗൻയാനും വരെ ഭാരതത്തിൻ്റെ ഒരു ചരിത്രശേഷിപ്പിനെയും ഭാരതത്തിൻ്റെ ഒരു നേട്ടങ്ങളെയും ഭാരതത്തിൻ്റെ ഒരു മഹാപുരുഷനെയും മിസ്സാക്കാതെ എല്ലാത്തിനെയും ഉൾക്കൊള്ളും വിധമാണ് യുഗേ യുഗീൻ ഒരുക്കുന്നത്. മ്യൂസിയം എന്നത് ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ കണ്ണാടി മാത്രമല്ല, ടൂറിസം വരുമാനം നൽകുന്ന ഒരു പ്രധാന അട്രാക്ഷൻ കൂടിയാണ്. ആഭ്യന്തര വിനോദസഞ്ചാരികളും കുട്ടികളും മാത്രമല്ല, വിദേശ വിനോദസഞ്ചാരികളും ഓരോ രാജ്യത്തേക്കും യാത്ര തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ബക്കറ്റ് ലിസ്റ്റിൽ അവിടുത്തെ പ്രധാനപ്പെട്ട മ്യൂസിയവും ഉണ്ടായിരിക്കും. നിലവിൽ ഡൽഹിയിലുള്ള ദേശീയ മ്യൂസിയത്തിൻ്റെ പ്രവർത്തനം യുഗേ യുഗീൻ വരുന്നതോടെ അവസാനിപ്പിക്കും. അവിടെയുള്ളതെല്ലാം പുതിയ മ്യൂസിയത്തിലേക്ക് മാറുകയും ചെയ്യും. ഒരു കാലത്ത് ഭാരതത്തിൻ്റെ അഭിമാനമായിരുന്ന കോഹിനൂർ രത്നം കാണാൻ ഇന്ന് അതേ ഇന്ത്യക്കാർ വിമാന ടിക്കറ്റും വിസയും എടുത്ത് ഇംഗ്ലണ്ടിൽ പോയി അവിടെയുള്ള മ്യൂസിയത്തിൽ പണം കൊടുത്തു വേണം അത് കണ്ട് മടങ്ങി വരാൻ. നാളെ നരേന്ദ്രമോദി യുഗേ യുഗീൻ എന്ന മ്യൂസിയം 2026 അവസാനമെങ്കിലും ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഭാരതത്തിൻ്റെ അഭിമാനമായ ആ കോഹിനൂർ രത്നം നരേന്ദ്രമോദിയുടെ ഇടപെടലിലൂടെ നമുക്ക് ഭാരതത്തിൽ നിന്ന് തന്നെ കാണാൻ കഴിഞ്ഞേക്കും. ആ കാലമാണ് വരാൻ പോകുന്നത്.